നമ്മളൊക്കെ ജീവിക്കുന്നത് നമ്മുടെ ഫാമിലിക്ക് വേണ്ടിയാണ്. എൻ്റെ കുട്ടികൾക്ക് വേണ്ടിയാണ് ഞാൻ ഈ കഠിനാധ്വാനം ചെയ്യണേ. എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നത്. എൻ്റെ ഭർത്താവിന് വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നത്. ഇതൊക്കെ പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷേ അവർക്കൊക്കെ വേണ്ടി നിങ്ങളുടെ ആരോഗ്യം പരിപാലിക്കാൻ കുറേ വർഷം അവരുടെ കൂടെ ജീവിക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുന്നുണ്ടോ? നിങ്ങൾ അവർക്ക് വേണ്ടിയിട്ട് ഹെൽത്തി ഫുഡ് കഴിക്കാൻ തയ്യാറാണോ? പ്രോപ്പറായിട്ട് എക്സസൈസ് ചെയ്യാൻ തയ്യാറാണോ? സമയത്തിന് ഉറങ്ങാൻ തയ്യാറാണോ? നിങ്ങൾക്ക് എന്തെങ്കിലും ചെറിയ അസുഖം ഉണ്ടെങ്കിൽ ചികിത്സ തേടാനും ഡോക്ടർ നിർദ്ദേശിക്കുന്ന വിധത്തിൽ മരുന്ന് കഴിക്കാനും നിങ്ങൾ തയ്യാറാണോ? ഇതിനൊക്കെ തയ്യാറാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി ജീവിക്കാനും കഴിയൂ. ഞാനിത് പറയാൻ കാരണം ഈ ഓണം കഴിഞ്ഞ സമയത്ത് വളരെ ദുഃഖകരമായൊരു സംഭവം ഉണ്ടായി. ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു സ്റ്റാഫിൻ്റെ ഹസ്ബൻഡ്, അദ്ദേഹമാണ് ഞങ്ങൾക്ക് ഓണസദ്യയൊക്കെ തന്നത്. പുള്ളി ഒരുപാട് കഠിനാധ്വാനം ചെയ്ത് ജീവിക്കുന്ന ഒരു മനുഷ്യനാണ്. വളരെ നല്ലൊരു മനുഷ്യനാണ്. അനൂറിസം എന്ന ഒരു അസുഖം വന്ന് പുള്ളി പെട്ടെന്ന് ഈ ലോകത്തോട് യാത്ര പറഞ്ഞു. അനൂറിസം എന്ന ഒരു അസുഖം നിങ്ങൾ കേട്ടിട്ടുണ്ടോയെന്നറിയില്ല. അതിനെ കില്ലർ ഡിസീസ് എന്നാണ് പറയണേ. അത് ശരീരത്തിൻ്റെ ഏത് ഭാഗത്ത് വേണമെങ്കിലും വരാം. തലച്ചോറിൽ വന്നാൽ അത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു സിറ്റുവേഷനാണ്. നമ്മുടെ രക്തക്കുഴലുകൾ ഇങ്ങനെ ബൾജ് ചെയ്ത് വരും. അത് ബൾജ് ചെയ്യാനുള്ള പ്രത്യേക കാരണം നമ്മുടെ BP കൂടും, നമുക്ക് റെസ്റ്റ് ഇല്ലാത്തത് കൊണ്ട്, സ്ട്രെസ്സ് വരുന്നത് കൊണ്ടൊക്കെയാണ്. അങ്ങനെ അത് ബൾജ് ചെയ്ത് വീർത്ത് അത് അവസാനം പൊട്ടിക്കഴിഞ്ഞാൽ ഭയങ്കര ബ്ലീഡിങ് ആയിരിക്കും. പിന്നെ മെഡിക്കൽ സയൻസിന് ആ വ്യക്തിയെ രക്ഷപ്പെടുത്താനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിനെയൊക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ വേണ്ട രീതിയിൽ വിശ്രമിക്കണം. നിങ്ങൾ സ്ട്രെസ് ഒഴിവാക്കണം. കഠിനാധ്വാനം ചെയ്യുന്നതോടൊപ്പം തന്നെ നിങ്ങളുടെ ആരോഗ്യവും നിങ്ങൾ പരിപാലിക്കണം. എങ്കിലേ നിങ്ങളുടെ കുട്ടികൾ അവർ സ്വന്തം കാലിൽ നിൽക്കാൻ സാധിക്കുന്ന ആ പ്രായത്തിലെത്തുന്നത് വരെ നിങ്ങൾക്ക് അവരുടെ കൂടെ ഉണ്ടാകാനായിട്ട് സാധിക്കൂ.